Good evening, all. Good evening. Good evening, everybody. Welcome. Yes. Sri Lakshmi, Subi, Devil, Arya. Yeah, welcome. അപ്പോൾ ഇത് അൺഅക്കാഡമിയിലെ എൻ്റെ അവസാനത്തെ യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ ഐ എം ലീവിങ് ദിസ് പ്ലാറ്റ്ഫോം. യെസ്. അപ്പോൾ മറ്റു പല ക്ലാസ്സുകളുമായിട്ട് നമുക്കിനി അല്ലാതെ കാണാം തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി എന്നുള്ള ഒരു വലിയ സന്തോഷം എനിക്കുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ് കൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ ലെറ്റ്സ് ബിഗിൻ അല്ലേ? ഹായ് മരിയ. First question. Consider the following pairs. Region often mentioned in the news and country. Okay. വളരെ എന്താണ് അടുത്ത കാലത്ത് പോലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള റീജിയൻസ് ആണ്. അതിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് രാജ്യങ്ങളുമായിട്ട് മാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്? യാ ഓക്കെ. സോ one is Anatolia, second one is Amhara, third one is Cabo Delgado, and fourth one is Catalonia. ഇതിൽ ഏതൊക്കെയാണ് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, മാച്ച് ചെയ്തിരിക്കുന്നത്? ആൻഡ് ഹൗ മെനി പെയേഴ്സ് given above are correctly matched? Option A only 1 pair, option B only 2 pairs, option C only 3 pairs, and option D only 4 pairs. Sorry, all 4 pairs. Your time starts now. Yes, option B is the right answer. Only 2 pairs. അല്ലെ, only 2 pairs ആണ് ശരിയായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. യെസ്, ഏതൊക്കെയാണ്? Cabo Delgado and Amhara. അല്ലെ? യെസ്, വെരി ഗുഡ്. Next question. Which one of the lakes of West Africa has become dry and turned into a desert? Which one of the lakes of West Africa has become dry and turned into a desert? താഴത്തുണ്ടെങ്കിൽ ഏത് ലേക്കാണ് അല്ലെങ്കിൽ ഏത് തടാകമാണ് ആഫ്രിക്കയിലെ അല്ലെങ്കിൽ വെസ്റ്റ് ആഫ്രിക്കയിലെ ഏത് തടാകമാണ് വരണ്ട മരുഭൂമിയായി മാറിയത്? നമ്പർ 1 ലേക്ക് വിക്ടോറിയ, നമ്പർ 2 ലേക്ക് ഫാഗിബിൻ, നമ്പർ 3 ലേക്ക് ഒഗൂട്ട ആൻഡ് ലേക്ക് വോൾട്ട. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Yes, the right answer is option 2 Lake Fagibin.
ഓക്കെ അല്ലേ, ലേക്ക് ഫാഗ്യുബിൻ ആണ് തീർച്ചയായിട്ടും കൊടുത്തത്. ഇത് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, സഹാറ ഡെസേർട്ടിൻ്റെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഏത് രാജ്യത്താണ് ഇത് സ്ഥിതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മാലി നിങ്ങൾക്കറിയാലോ, മാലി എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ കൺട്രി ഉണ്ട്. നമ്മൾ സാധാരണ മാലി എന്ന് പറയുന്നത് മാലദ്വീപുകാരെയാണ്, ഓക്കെ അല്ലേ, മാലദ്വീപുകാരെയാണ്. അതല്ല, ഇവിടെ മാലി എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യമുണ്ട്, തലസ്ഥാനം ബമാക്കോയാണ്. സോ ഈ രാജ്യത്തുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ലേക്കാണ് എന്ത്, ലേക്ക് വിക്ടോറിയ അല്ല, ലേക്ക് ഫാഗ്യുബിൻ അല്ലെ, ലേക്ക് ഫാഗ്യുബിൻ. ഇത് എന്തായിപ്പോയി, ഡ്രൈ ആൻഡ് ഡെസേർട്ടായി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം വേൾഡ് ജോഗ്രഫിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള നല്ല ചില ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ എടുത്ത് പഠിക്കുക, വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്, മറന്നുപോകുന്നത്. സോ ഏത് ലേക്കാണ് വെസ്റ്റ് ആഫ്രിക്കയിലെ ഏത് ലേക്കാണ് അടുത്ത കാലത്ത് ഡ്രൈ ആൻഡ് ടേൺഡ് ഡെസേർട്ടായി മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേക്ക് ഫാഗ്യുബിൻ. ഓക്കെ അല്ലേ, ലേക്ക് ഫാഗ്യുബിൻ. ഓക്കെ, ലേക്ക് ഫാഗ്യുബിൻ, വെരി ഗുഡ്, ലേക്ക് ഫാഗ്യുബിൻ. യെസ്, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഗെൻഡിക്കോട്ട കാനിയൻ ഓഫ് സൗത്ത് ഇന്ത്യ was created by which one of the following rivers? നിങ്ങൾക്കറിയില്ല, കാനിയൻസ്. ഗെൻഡിക്കോട്ട കാനിയൻ എന്ന് പറയുന്ന, യെസ്, ദക്ഷിണേന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കാനിയൻ ആണ്. സോ അറിയുക, was created by which one of the following rivers? Option A Kaveri, option B Manjira, option C Pennar, and option D Tungabhadra. And your time starts. Yes, the right answer is Pennar. Okay അല്ലേ, the right answer is C Pennar ആണ് ശരിയായ ഉത്തരം. C Pennar. Okay അല്ലേ, ഗന്ദിക്കോട്ട കാനിയൻ ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ പെണ്ണാറിലാണ്, മറന്നുപോകരുത്. ഏത് നദിയിലാണ്? പെണ്ണാർ. ഓക്കെ അല്ലേ, ഗുഡ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഗന്ദിക്കോട്ട പറയുമ്പോൾ എടുത്ത് പറയേണ്ടത് ഇത് ഏത് സ്റ്റേറ്റിലാണെന്ന് പഠിക്കുക, ആന്ധ്ര. സോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, മറന്നുപോകരുത് കേട്ടോ. യെസ്, അത് തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തു പഠിക്കേണ്ട ഒരു കാര്യമാണ്, മറന്നുപോകരുത്. ഇനി ഗന്ദിക്കോട്ട കാനിയൻ പോലെ മറ്റു പ്രമുഖ കാനിയനുകളുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് ഇപ്പോൾ ഉള്ളൊരു പ്രസക്തി എന്ന് പറയുന്നത്, ഈ ഗന്ദിക്കോട്ട കാനിയനെ കുറിച്ചുള്ള പഠനത്തിന് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തിരിക്കുകയാണ്, അടുത്ത കാലത്ത് അനുമതി നൽകി. ഓക്കെ അല്ലേ, കൂടുതൽ അതിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള പഠനത്തിനൊക്കെ കൂടുതൽ സാധ്യത നൽകുന്ന രീതിയിലുള്ള അനുമതി എന്ത് ചെയ്തു, യെസ്, സെൻട്രൽ ഗവൺമെൻറ് നൽകിയിരിക്കുകയാണ്. ഓക്കെ അല്ലേ, അപ്പോൾ അതൊരു കറണ്ട് അഫയേഴ്സ് ജോഗ്രഫി എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ട് കൂടി മാറാം. അപ്പം നമ്മളിപ്പോൾ അറിയാമല്ലോ, നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ടാണ് കറണ്ട് അഫയേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. സബ്ജക്റ്റ് വൈസ് ആയിട്ടാണ് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോഗ്രഫി എന്ന് ചോദിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമായിട്ട് ഇത് മാറാം. ഓക്കെ അല്ലേ, ശരി, ഗുഡ്. ശരി, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം 11 often heard in the news roughly corresponds to which of the following regions? ഓക്കെ അല്ലേ, 11 വളരെ ഇതും കറണ്ട് അഫെയർ ആയിട്ട് തന്നെ പറയാൻ കഴിയുന്ന കാര്യമാണ്. The term 11th often heard in the news roughly corresponds to which of the following regions? Option A, a region along the eastern Mediterranean shores. Option B, a region along North African shores stretching from Egypt to Morocco. C, a region along Persian Gulf and Horn of Africa. Option D, the entire coastal Mediterranean Sea of Aries. Your time starts now. Yes, the right answer is very good. Option A. Yes, region along the eastern Mediterranean shores. Eastern Mediterranean shores ആണ്. ഓക്കെ അല്ലേ, ഈ 11th എന്ന് പറയുന്നത് ശരിക്കും മീൻ ചെയ്യുന്നത് തന്നെ ഈസ്റ്റ് എന്നാണ്. ഓക്കെ അല്ലേ, ഈസ്റ്റ് എന്നാണ്
ശരിക്കും പറഞ്ഞാൽ ഫ്രഞ്ച് വേർഡായിട്ടുള്ള ലെവൻത്ത് എന്നാണ് ഇത് എന്ത് ചെയ്യുന്നത് ഉത്ഭവിച്ച് വന്നിരിക്കുന്നത്. മീൻസ് റൈസിങ് എന്നാണ് റൈസിങ്. ഓക്കെ അല്ലേ? ഇപ്പം നിങ്ങൾക്കറിയാം സൂര്യൻ ഉദിക്കുന്ന കിഴക്കാണ്, അസ്തമിക്കുന്ന പടിഞ്ഞാറാണ്. സോ ആ ഒരു അർത്ഥത്തിലാണ് ഈ ഒരു പേര് വന്നിരിക്കുന്നത്. സോ റീജിയൻ അലോങ് ദ ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ ഷോസ് ആർ കോൾഡ് ആസ് ഓഫൻലി കോൾഡ് ആസ് വാട്ട്? ലെവൻത്ത്. കേട്ടോ, എന്താണ് ലെവൻത്ത്? LEVANT ലെവൻത്ത്. ഓക്കെ അല്ലേ? സെറ്റാണോ? ഇത് വേൾഡ് ജോഗ്രഫിയാണ്. നിങ്ങൾക്ക് എത്രത്തോളം ക്ലാസ്സുകൾ ഈ ഏരിയയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. സോ ഇതെല്ലാം പുതിയ ഫാക്റ്റുകളായിരിക്കാം മേ ബി. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഡി? Yes. Next question. Consider the following countries: Azerbaijan, Kyrgyzstan, Tajikistan, Uzbekistan, and Turkmenistan. Which of the above have borders with Afghanistan? നല്ല ചോദ്യമാണ്. Consider the following countries. Number 1, Azerbaijan. Number 2, Kyrgyzstan. Number 3, Tajikistan. Number 4, Uzbekistan. Number 5 is Turkmenistan. Which of the above have borders with Afghanistan? Option A 1, 2 and 5 only. Option C 3, 4 and 5 only. Option B 1, 2, 3 and 4 only. And option D 1, 2, 3, 4, 5. All of these countries having border with Afghanistan എന്നുള്ള സെൻസിലാണ് ഓപ്ഷൻ ഡി കിടക്കുന്നത്. ഓക്കെ അല്ലേ? സെറ്റാണോ? യെസ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Yes, you can send me the message. Yeah, ഞാൻ ടൈമർ ആഡ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. Yes. Yes, the right answer is very good. The right answer is option C 3, 4 and 5 only. 3, 4 and 5 only. Tajikistan, Uzbekistan and Turkmenistan is വളരെ ഇമ്പോർട്ടൻ്റ് ഓർത്തിരിക്കുക. തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്, മറന്നു പോകരുത്. യെസ്, ഗുഡ്. ഇവിടെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഒരു തപി പൈപ്പ് ലൈനെ കുറിച്ച് ഒരു പ്രോജക്റ്റ് കിടപ്പുണ്ടായിരുന്നു. തപി, നിങ്ങൾക്കറിയോ തപി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ച്? ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ പ്രോജക്റ്റ്. തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ പ്രോജക്റ്റ് കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, എന്ത് പ്രോജക്റ്റ്? ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ പ്രോജക്റ്റ് ആണ് കേട്ടോ. അത് ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ പ്രോജക്റ്റ് ആണ്. എവിടെ നടക്കുന്നത്? യെസ്, തപി എന്ന പേര് നടക്കുന്നത്. TAPI കേട്ടോ. T for Turkmenistan and A for Afghanistan, P for Pakistan and I for India. ക്ലിയർ? ശരി, ഇത് അന്താരാഷ്ട്ര തലത്തിൽ ചോദിച്ചേക്കാൻ സാധ്യതയുള്ളൊരു പ്രോജക്റ്റ് ആണ്. ഓർത്തിരിക്കുക, തപി, TAPI കേട്ടോ. TAPI എന്നാണ് ഈ പ്രോജക്റ്റിൻ്റെ പേര്. സെറ്റല്ലേ? പ്രോജക്റ്റിൻ്റെ പേര് കിട്ടിയോ? അപ്പോൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ ഇതൊക്കെയല്ല. ഞാൻ പറഞ്ഞല്ലോ വേൾഡ് ജോഗ്രഫി കിടപ്പുണ്ട്, പക്ഷേ വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് കാര്യമായിട്ട് ചോദ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടില്ല PSCയുടെ ഭാഗത്തുനിന്ന്. പക്ഷേ എന്തായാലും നിങ്ങൾ അറിയുക, ഫിസിക്കൽ ജോഗ്രഫിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. വേൾഡ് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അല്ലാതെ ഈ പറയുന്ന പോലെ തന്നെ റിലേറ്റഡ് ടു മോർ ലൈക്ക് എന്താണ് കൺട്രീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? അത് തീർച്ചയായിട്ടും ഇനി എന്ത് ചെയ്യും? ചോദ്യങ്ങളായിട്ട് വരിക തന്നെ ചെയ്യും. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്, തീർച്ചയായിട്ടും കൊടുത്തിരിക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. With reference to India, consider the following statements. With reference to India, consider the following statements. ഇന്ത്യയെ കൺസിഡർ ചെയ്യുമ്പോൾ ഇന്ത്യയെ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ താഴേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇന്ത്യ റെഫറൻസ് ആക്കി എടുത്തുകൊണ്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. യെസ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് മൊണാസൈറ്റ്. ഓക്കെ അല്ലേ? മൊണാസൈറ്റ് ഈസ് എ സോഴ്സ് ഓഫ് റെയർ എർത്ത്. Number 2, monazite contains thorium. Monazite contains thorium. Yes, monazite contains thorium. Number 3, monazite occurs naturally in the entire coastal sands in India. And number 4, in India, government bodies only can process or export monazite.
4 സ്റ്റേറ്റ്മെൻറ്റുകൾ മോണോസൈറ്റുമായി ബന്ധപ്പെട്ട്, ഇത് വളരെ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. മിനറൽസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ PSC ചോദിക്കും. ഞാൻ പ്രഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്തൊരു ചോദ്യം വന്നതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്ലസ്സിൽ കൃത്യമായിട്ട് എടുത്തൊരു കാര്യമായിരുന്നു. ഒന്ന്, ഈ മിനറൽസ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് ഇരുത്തി പഠിപ്പിച്ചിരുന്നു. ഒരു 2-3 ക്ലാസ് എടുത്തിട്ടാണ് പഠിപ്പിച്ചത്. പിള്ളേരത് പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തു, എന്ത് ഞങ്ങൾക്ക് പഠിക്കാൻ വയ്യേന്ന്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, ഇതൊന്ന് പഠിച്ചു വയ്ക്കാൻ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത ഉണ്ടല്ലോ എന്ന്. ഒരു 6 മാസം മുന്നേ നടന്ന കാര്യമാണ്. അതിനുശേഷം ഈ പറയുന്ന പോലെ തന്നെ വളരെ അടുത്ത കാലത്ത് മൈൻസ് ആൻഡ് മിനറൽസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പ്രത്യേകത്തിൽ അന്ന് ചർച്ച ചെയ്ത മിനറൽസിലൊന്നാണ് മൊണാസൈറ്റ് എന്ന് പറയുന്നത്. സോ മൊണാസൈറ്റ് കുറിച്ചുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏത് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. സോ യു ക്യാൻ ടെൽ മീ വെദർ option A or B or C or D is the correct. And your time starts now. You can message me. Yes. So the right answer is 1, 2 and 4 only. The right answer is option B, 1, 2 and 4 only. നല്ല ഉത്തരം 1, 2 and 4 only ആണ് ശരിയായ ഉത്തരം കേട്ടോ. 1, 2 and 4 only. Very good, very good. 1, 2 and 4 only. So മൊണാസൈറ്റ് എന്ന് പറയുന്നത് ഒരു റെയർ എർത്ത്സിന്റെ സോഴ്സ് തന്നെയാണ്. മൊണാസൈറ്റ് കണ്ടെയ്ൻസ് തോറിയം ആൻഡ് മൊണാസൈറ്റ് നാച്ചുറലി ഒക്കർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അതുപോലെ ഇന്ത്യയിൽ ഗവൺമെൻറ് ബോഡീസിന് മാത്രമേ എന്ത് പ്രോസസ്സ് ചെയ്യാൻ കഴിയൂ, മൊണാസൈറ്റ് പ്രോസസ്സ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും കഴിയുകയുള്ളൂ. ഓക്കെ അല്ലേ? പ്രോസസ്സ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും. ഓക്കെ അല്ലേ? ശരിയാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കൊടുത്തിരിക്കുക. നല്ല പോയിന്റുകളാണ്, മറന്നുപോകരുത്. യെസ്, ഗുഡ്. ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ the longest day of the year normally occurs in the options വായിക്കാം. Option A, first half of the month of June. Second option, second half of the month of June. C, first half of the month of July. And D, second half of the month of July. So ചോദ്യം ഇതാണ്, ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ എപ്പോഴാണ് ഒരു വർഷത്തിൽ ഹാപ്പൻ ചെയ്യുന്നത്? ക്ലിയർ ആണ്. ഓപ്ഷൻ എ ജൂൺ മാസത്തിന്റെ ആദ്യ പകുതിയിൽ, ഓപ്ഷൻ ബി ജൂൺ മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ, ഓപ്ഷൻ സി ജൂലൈ മാസത്തിന്റെ ആദ്യ പകുതിയിൽ, ഓപ്ഷൻ ഡി ജൂലൈ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ. And your time starts now. Yes, the right answer is very good. Second half of the month of June. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ജൂൺ 21 പകൽ കൂടുതൽ, ഡിസംബർ 22 രാത്രി കൂടുതൽ അല്ലേ? ഉത്തരാർദ്ധഗോളത്തിൽ യെസ്, ഉത്തരാർദ്ധഗോളത്തിൽ അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ്? യെസ്, എന്താ സംഭവം? എന്താ? ജൂൺ 21 പകല് കൂടുതൽ, ഡിസംബർ 22 രാത്രി കൂടുതൽ. തിരിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ ഡിസംബർ 22 പകല് കൂടുതൽ, ജൂൺ 21 എന്ത്? രാത്രി കൂടുതൽ. അപ്പോൾ ഈ രണ്ടിടത്തും വന്നിരിക്കുന്ന ഡേറ്റുകൾ 20-നപ്പുറം ആയതുകൊണ്ട്, എന്തിനേറെ 15-നപ്പുറമാണെങ്കിൽ പോലും നമ്മൾ സെക്കൻഡ് ഹാഫ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഉത്തരം എന്ത്? യെസ്, സെക്കൻഡ് ഹാഫ് ഓഫ് ദ മന്ത് ഓഫ് ജൂൺ എന്നാണ് നമ്മൾ പഠിക്കുന്നു അല്ലേ? ശരി, ഇവിടെ ശ്രദ്ധിച്ച് നമുക്കറിയാമല്ലോ, ഭൂമി ഈ പറയുന്ന പോലെ തന്നെ എന്ത് ഷേപ്പാണെന്നുള്ളത് അറിയാം. ഏത് മാത്തമാറ്റിക്കൽ ഷേപ്പിനോട് സമാനമാണെന്ന് ചോദിച്ചാൽ സ്പിയർ ആണെന്ന് പറയും നമ്മൾ അല്ലേ? അല്ലാതെ നമ്മളൊരു പേര് കണ്ടെത്തി വെച്ചിട്ടുണ്ട്, ജിയോയിഡ് എന്ന് പറയും ഷേപ്പ്. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് മാത്തമാറ്റിക്കൽ ഷേപ്പിനോട് സമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിയോയിഡ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ്? സ്പിയർ എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ്? സ്പിയർ. അപ്പോൾ ഒരു സ്പിയറിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു? ഹെമിസ്ഫിയർ ഉണ്ടാവുന്നു അല്ലേ? എന്തുണ്ടാവുന്നു? ഹെമിസ്ഫിയർ ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും കൊടുത്തിരിക്കുക, ഹെമിസ്ഫിയർ ഉണ്ടാകുന്നു. ആ ഹെമിസ്ഫിയർ രണ്ടായി ഡിവൈഡ് ചെയ്യുമ്പോൾ ഹെമിസ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയർ, വെസ്റ്റേണും ഈസ്റ്റേണും ഉണ്ട് നമുക്ക് പറയാം. പക്ഷേ കൃത്യമായിട്ട് പോയിന്റ് ചെയ്ത് പറയാൻ കഴിയില്ല. കാര്യം എന്താ? എർത്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും അങ്ങനെ ഒരു കോൺസെപ്റ്റും ഉണ്ട് കേട്ടോ.
അങ്ങനെ ഒരു കോൺസെപ്റ്റ് ലോകത്ത് നിലവിലുണ്ട്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ തൽക്കാലം അറിയുക, ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളത്തിലും പകലിന്റെ ദൈർഘ്യം കൂടുതൽ എന്നാണ്, രാത്രിയുടെ ദൈർഘ്യം കൂടുതൽ എന്നാണ്. ഒരേ ഡേറ്റുകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ജൂൺ 21 ഡിസംബർ 22 താരങ്ങൾ. ജൂൺ 21 ഡിസംബർ 22. ജൂൺ 21 പകല് കൂടുതലുള്ള സ്ഥലത്ത് ഡിസംബർ 22 എന്ത് രാത്രി കൂടുതലായിരിക്കും. നേരെ തിരിച്ചു അല്ലേ? യെസ്, അത് ഉത്തരാർദ്ധഗോളത്തിലാണ് ജൂൺ 21 പകല് കൂടുതൽ, ദക്ഷിണാർദ്ധഗോളത്തിൽ എന്ത് യെസ് ജൂൺ 21 രാത്രിയാണ് കൂടുതൽ. അതേസമയം ഉത്തരാർദ്ധഗോളത്തിൽ ഡിസംബർ 22 രാത്രി കൂടുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഡിസംബർ 22 പകലായിരിക്കും കൂടുതൽ. കിട്ടിയല്ലോ? എന്താണ് കാരണം എന്ന് പഠിച്ചല്ലോ. സോ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. യെസ്, ഗുഡ്. അടുത്ത ചോദ്യം ഇതാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്സ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്സ്: ആന്ധ്രാപ്രദേശ്, കേരള, ഹിമാചൽ പ്രദേശ് ആൻഡ് ത്രിപുര. How many of the above are generally known as tea producing states? നല്ല ചോദ്യമാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. How many of the above are generally known as tea producing states? Option A, only one state. Option B, only two states. Option C, only three states. And option D, all four states. Now throw me your answers, please. Option A, B or C, D. What it is? ആരും ഉത്തരം പറയുന്നില്ലല്ലോ. എന്ത് പറ്റി? Yeah, the right answer is option C. Only three states. Only three states. ഏതൊക്കെയാ ടീ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ് ടീ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ്? മറന്നുപോയോ? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? എന്തായാലും കേരളം ഉണ്ടല്ലോ. പിന്നെ വേറെ ആരൊക്കെ ഉണ്ട്? ത്രിപുരയുണ്ട്, ഹിമാചൽ പ്രദേശ് ഉണ്ട് അല്ലേ? യെസ്, ആന്ധ്രാപ്രദേശ് ടീ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ പറയാറില്ല അല്ലേ? ആന്ധ്രയെ നമ്മൾ ടീ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ആയിട്ട് പറയാറില്ല കേട്ടോ. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരള, ഹിമാചൽ പ്രദേശ് ആൻഡ് ത്രിപുര. അപ്പോൾ ടീ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? പ്രധാനമായിട്ടും നമ്മൾ എത്രയാ പറയുക? നമ്പർ 1 നമുക്ക് കേരളം പറയാം, ദെൻ ആസാം പറയാം, ദെൻ തമിഴ്നാടു, ദെൻ വെസ്റ്റ് ബംഗാൾ, ദെൻ കർണാടക അല്ലേ? ദെൻ ത്രിപുര, ഹിമാചൽ പ്രദേശ് പറയാം, സിക്കിം പറയാം, അരുണാചൽ പ്രദേശ് പറയാം, നാഗാലാൻഡ് പറയാം, രാജസ്ഥാൻ പറയാം, മേഘാലയ പറയാം, മണിപ്പൂർ പറയാം അല്ലേ? ഫൈനലി മിസോറാം പറയാം. ക്ലിയർ ആണ്? ഇതൊക്കെ എന്ത് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റുകളാണ്? ടീ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയും നമ്മൾ കൃത്യമായിട്ട് ഇനി പഠിക്കേണ്ട കാലഘട്ടം ഉണ്ടെന്നുള്ളത് ഒന്ന് ഓർമ്മപ്പെടുത്തിയ ചോദ്യമാണിത് കേട്ടോ. നമ്മൾ ഓരോ വിളവും എവിടെയൊക്കെയാണ് കൂടുതലെന്നുള്ളത് പഠിക്കേണ്ട ശ്രമം നടത്തി വെക്കുക. നല്ല ചോദ്യമാണ് കേട്ടോ. ശരി, അടുത്ത 10th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നു. കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ്. കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ്: റിസർവോയേഴ്സ് ആൻഡ് സ്റ്റേറ്റ്സ്. റിസർവോയേഴ്സ് ആൻഡ് സ്റ്റേറ്റ്സ്. Number 1 Ghataprabha, number 2 Gandhi Sagar, number 3 Indira Sagar and number 4 Methan. റിസർവോയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഡാമുകൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, റിസർവോയറുകൾ. സ്റ്റേറ്റ്സ്: തെലങ്കാന, മധ്യപ്രദേശ്, ആന്ധ്ര ആൻഡ് ഛത്തീസ്ഗഡ്. How many pairs given above are not correctly matched? I repeat, how many pairs given above are not correctly matched? Yes, and your time starts now. Only one pair, only two pair, only three pair, only all four pairs. Yes. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. Yes, the right answer is 3 pairs correct അല്ല. എന്തല്ല? 3 pairs എന്തല്ല? കറക്റ്റ് അല്ല. നമ്പർ 1 ഗതപ്രഭ അല്ലേ? ഗതപ്രഭ റിസർവോയർ എവിടെയാണ്? ഗതപ്രഭ റിസർവോയർ എവിടെയാ? കർണാടക അല്ലേ? കർണാടകയാണ്. അടുത്തത് ഗാന്ധി സാഗർ എവിടെയാണ്? ഗാന്ധി സാഗർ
യെസ്, ഗാന്ധിസാഗർ എവിടെയാ? രാജസ്ഥാൻ അല്ലെ? ഗാന്ധിസാഗർ രാജസ്ഥാനിലാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഇന്ദിരാസാഗർ എവിടെയാ? ഇന്ദിരാസാഗർ അഗൈൻ, ഇന്ദിരാസാഗർ മധ്യപ്രദേശ് അല്ലെ? ഇന്ദിരാസാഗർ റിസർവർ എവിടെയാണ്? ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എവിടെയാണ്? മധ്യപ്രദേശ് ആണ്. അടുത്തത് മെയ്ഥൺ, മെയ്ഥൺ എവിടെയാണ്? അല്ലെങ്കിൽ മൈഥൺ എവിടെയാണ്? യെസ്, ഛത്തീസ്ഗഡിൽ തന്നെയാണ് അല്ലെ? ആണോ? യെസ്, തീർച്ചയായിട്ടും കൊടുത്തിരിക്കുക കേട്ടോ. അതെ, അപ്പൊ നിങ്ങൾ എടുത്തു പഠിക്കേണ്ട വസ്തുത ഇതില് ഇന്ദിരാസാഗർ എന്ന് പറയുന്ന യെസ് റിസർവോയർ, ഇന്ദിരാസാഗർ റിസർവോയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, തീർച്ചയായിട്ടും കൊടുത്തിരിക്കുക. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണെന്ന് പറഞ്ഞു. ഗാന്ധിസാഗർ രാജസ്ഥാനിലാണെന്ന് പറഞ്ഞു. ഗതപ്രഭ തെലങ്കാന ആൻഡ് മൈഥൺ ഛത്തീസ്ഗഡ് അല്ലെ? യെസ്, തീർച്ചയായിട്ടും കൊടുത്തിരിക്കുക. ഈ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ബോർഡറിലാണ്. സോ സംടൈംസ് ഛത്തീസ്ഗഡ് എന്നും സംടൈംസ് ജാർഖണ്ഡ് എന്നും എന്ത് ചെയ്യാം, ആ ചോദ്യം വന്നേക്കാം. ഓക്കെ അല്ലേ? സെറ്റാണ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. വിത്ത് റെഫറൻസ് ടു ദ ടീ ബോർഡ് ഇൻ ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഈ ടീയെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക. എന്തുകൊണ്ട്? നമ്മുടെ നാഷണൽ ഡ്രിങ്ക് ആണ് എന്ത്? നമ്മുടെ നാഷണൽ ഡ്രിങ്ക് ആണ് എന്ത്? ടീ. ഡെഫിനറ്റ്ലി ടീ. നമ്മുടെ നാഷണൽ ഡ്രിങ്ക് ആണ് ടീ. ആരുടെ സ്മരണാർത്ഥമാണ് ചായയെ ഇന്ത്യയുടെ ദേശീയ പാനീയമാക്കിയത്? ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയോടുള്ള സ്മരണയെ? ഹായ് അജയ്, ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയോടുള്ള സ്മരണയിലാണ്? യെസ്, തീർച്ചയായിട്ടും കൊടുത്തിരിക്കുക. ചായ ഇന്ത്യയുടെ ദേശീയ പാനീയമാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിവാൻ മണിറാം, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, നിങ്ങൾ എടുത്ത് പഠിക്കുക. പലർക്കും അറിയാത്തൊരു പേര് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നു. ദിവാൻ മണിറാം അല്ലെങ്കിൽ മണിറാം ദിവാൻ എന്നറിയപ്പെടുന്ന പോരാട്ട എന്താണ് സ്വാതന്ത്ര്യ സമര പോരാളിയുടെ പേരിലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിലുള്ള സ്മരണാർത്ഥമാണ് ചായയെ ഇന്ത്യയുടെ ദേശീയ പാനീയമാക്കിയത്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ നിന്ന് ചായ തൊഴിലാളികൾ അല്ലെങ്കിൽ തേയില തൊഴിലാളികൾ ഈ പറയുന്ന പോലെ തന്നെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടറിയുക, അവർക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയെന്ന് പോരാടുകയും പിൽക്കാലത്ത് വീരമൃത്യു വരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ആര്? യെസ്, അതെ, മണിറാം ദിവാൻ അല്ലെങ്കിൽ ദിവാൻ മണിറാം. അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ചായയെ ഇന്ത്യയുടെ ദേശീയ പാനീയമാക്കിയത്. ക്ലിയർ ആണ്? സോ വിത്ത് റെഫറൻസ് ടു ദ ടീ ബോർഡ് ഇൻ ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ടീ ബോർഡ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു, ദ ടീ ബോർഡ് ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. Second statement, it is a regulatory body attached to the Ministry of Agriculture and Farmers Welfare. Third statement, the tea board's head office is situated in Bengaluru. And fourth one, the board has overseas offices at Dubai and Moscow. So, which of the statements given above are correct? Option A 1 and 3, option B 2 and 4, option C 3 and 4, and option D 1 and 4. And your time starts now. You can go for it. Yes, good. പറട്ടെ, ഉത്തരങ്ങളൊന്നും വരുന്നില്ലല്ലോ. ആരും ഇപ്പൊ ഉത്തരം ടൈപ്പ് ചെയ്യുന്നില്ലേ? ഉത്തരം ടൈപ്പ് ചെയ്യുന്നില്ല? യെസ്, ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി 1 and 4 ആണ് ശരിയായ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ടീ ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഈ പറയുന്ന പോലെ തന്നെ ബോർഡിന് ദുബായിലും മോസ്കോയിലും ഓവർസീസ് ഓഫീസസ് വരെ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ടീ പ്രൊമോട്ട് ചെയ്യാൻ, ബിസിനസ് ചെയ്യാൻ ഓവർസീസ് ഓഫീസ് വരെ ഉണ്ട്. ആൻഡ് ഫൈനലി അപ്പോൾ എന്തായാലും റെഗുലേറ്ററി ബോഡി അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ടീ ബോർഡിന്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. എവിടെയാണ്? കൊൽക്കത്തയിലാണ്. നല്ല ചോദ്യമാണ്, മറന്നു പോരുത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി 1 and 4 ആയിരുന്നു ശരി. സോ ടീ ബോർഡിന്റെ ഹെഡ് ഓഫീസ് എവിടെയല്ല? ബംഗളൂരു അല്ല, പകരം കൊൽക്കത്തയിലാണെന്ന് തിരിച്ചറിയുക. എവിടെയാണ്? കൊൽക്കത്തയിലാണ്. നല്ല ചോദ്യമാണ്, മറന്നു പോരുത്. ടീ ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് കൂട്ടുകാരെ? ടീ ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ടീ ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ? യെസ്, കൊൽക്കത്ത. ക്ലിയർ അല്ലേ? വളരെ പ്രധാനമായിട്ട് എടുത്ത് പഠിക്കേണ്ട പോയിന്റ് ആണ്. ശരി, ആയിക്കോട്ടെ, ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്.
High clouds primarily reflect solar radiation and cool the surface of the earth. Second statement, low clouds have a high absorption of infrared radiation and emanating from the earth's surface and thus cause warming effect. ഓക്കെ അല്ലേ? ഇതാണ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ. ഒരിക്കൽ കൂടി, ഹൈ ക്ലൗഡ്സ് primarily reflect solar radiation and cool the surface of the earth, and option 2, low clouds have a high absorption of infrared radiation emanating from the earth's surface and thus cause warming effect. ഈ ചോദ്യം ഈ പറയുന്ന പോലെ തന്നെ മുമ്പൊരിക്കൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെഷ്യൽ ക്ലാസ്സിൽ ചർച്ച ചെയ്ത സമയത്ത് ഇത് വളരെ ടഫാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് അപ്പോഴേ തന്നെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി ക്വസ്റ്റ്യൻസ്. പക്ഷേ ഈ ചോദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയിൽ മലയാളത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോഴേ മനസ്സിലായി ഈ ചോദ്യം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ളത്. ഓക്കെ അല്ലേ? അതെ അതെ അതെ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കുക. ഞാൻ മുമ്പ് എടുത്തു കൊടുത്ത സ്പെഷ്യൽ ക്ലാസ്സിൽ കിടപ്പുണ്ട്. ഓക്കെ, യെസ്. എന്തായിരുന്നു ചോദ്യം? സ്റ്റേറ്റ്മെന്റുകളിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നുള്ളതായിരുന്നു ചോദ്യം. 12ാമത്തെ ചോദ്യമായിരുന്നു. ഉത്തരം യെസ്, ഡി, നെയ്തർ വൺ നോർ ടു. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയല്ല, തെറ്റാണ്. ഓക്കെ അല്ലേ? ഗുഡ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. സിസ്റ്റം ഓഫ് റൈസ് ഇൻറ്റൻസിഫിക്കേഷൻ ഓഫ് കൾട്ടിവേഷൻ. സിസ്റ്റം ഓഫ് റൈസ് ഇൻറ്റൻസിഫിക്കേഷൻ ഓഫ് കൾട്ടിവേഷൻ in which alternate wetting and drying of rice fields is practiced results in number 1, reduced seed requirement, number 2, reduced methane production, option 3, reduced electricity consumption. Select the correct answer using the code given below. System of rice intensification of cultivation കൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ്, ഈ മാറ്റങ്ങളാണ് നെൽകൃഷിയിൽ വന്നിരിക്കുന്നത്? ഓക്കെ അല്ലേ? ഓപ്ഷൻ എ 1 and 2 only, ഓപ്ഷൻ സി 1 and 3 only, ഓപ്ഷൻ ബി 2 and 3 only, ഓപ്ഷൻ ഡി 1, 2 and 3. ഒന്നുകൂടെ വായിക്കാൻ ഞാൻ സെൻറ്റൻസുകൾ, സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ വായിക്കുകയാണ്. റെഡ്യൂസ്ഡ് സീഡ് റിക്വയർമെൻറ്റ്, റെഡ്യൂസ്ഡ് മീഥെയിൻ പ്രൊഡക്ഷൻ, റെഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി കൺസംഷൻ. And your time starts now. Any idea? No idea. കൊള്ളാം. ഓപ്ഷൻ ഡി 1, 2 and 3 ആണ്. നിങ്ങൾ അറിയുക, റെഡ്യൂസ്ഡ് സീഡ് റിക്വയർമെൻറ്റ്, റെഡ്യൂസ്ഡ് മീഥെയിൻ പ്രൊഡക്ഷൻ ആൻഡ് റെഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി കൺസംഷൻ. എല്ലാം അതിനകത്ത് വരും കേട്ടോ, എല്ലാം അതിനകത്ത് വരും. യെസ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക കേട്ടോ. അതെ അതെ അതെ, യെസ്. ക്ലിയർ? സെറ്റ് അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. The vegetation of savanna consists of grassland with scattered small trees. The forest development is in such areas is generally kept in check by one or more or a combination of some conditions. I repeat the question. The vegetation of savanna consists of grassland with scattered small trees. The forest development in such areas is generally kept in check by one or more or a combination of some conditions. Which of the following are such conditions? Number 1, burrowing animals and termites. Number 2, fire. Number 3, grazing herbivores. Number 4, seasonal rainfall. And number 5, soil properties. So, savanna ഗ്രാസ്ലാൻഡുകളുടെ വെജിറ്റേഷനെ കുറിച്ച് പറയുന്ന വസ്തുതകളിൽ അവരുടെ കണ്ടീഷൻ തീരുമാനിക്കുന്ന മറ്റു ഘടകങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് ചോദ്യം പ്രധാനമായിട്ടും. Select the correct answers using the code given below. Option A 1 and 2, option B 4 and 5, option C 2, 3 and 4, option D 1, 3 and 5. Clear? And your time starts now. Question ആണ്. Yes.
സി ആണ് ശരിയായ ഉത്തരം. വെരി ഗുഡ്. 2, 3 and 4 ആണ് ശരിയായ ഉത്തരം. 2, 3 and 4. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഈ പുൽമേടുകളിൽ തീപിടുത്തം ഉണ്ടാവുന്നത് സാവന്ന ഗ്രാസ് ലാൻഡ്സ് ആണ്. പുൽമേടുകളിൽ തീപിടുത്തം ഉണ്ടാവും. അപ്പോൾ ഹെർബിവോഴ്സ് ഈ പറഞ്ഞ പുൽമേടായതുകൊണ്ട് പുല്ല് ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ഹെർബിവോഴ്സ് കൂടുതലായിട്ട് ആശ്രയിക്കുന്ന സ്ഥലത്തെ ആയിരിക്കും. ആൻഡ് സീസണൽ റെയിൻഫോൾ ഇവരുടെ മറ്റൊരു വലിയ സവിശേഷതയാണ് കേട്ടോ, സീസണൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അറിയുക, ഫിസിക്കൽ ജോഗ്രഫിന്നും വേൾഡ് ജോഗ്രഫിന്നും ചോദിക്കാൻ സാധ്യതയുള്ള നല്ല ചോദ്യങ്ങളാണ്. യെസ്. അടുത്ത ചോദ്യം, with reference to the water on the planet Earth, with reference to the water on the planet Earth, consider the following statements. I repeat, with reference to the water, with reference to the water on the planet Earth, consider the following statements. Number 1, the amount of water in the rivers and lakes is more than the amount of groundwater. Number 2, the amount of water in polar ice caps and glaciers is more than the amount of groundwater. Yes, ഒന്നുകൂടി ഓപ്ഷൻസ് വായിക്കുകയാണ്, സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുകയാണ്. The amount of water in the rivers and lakes is more than the amount of groundwater. Number 2, statement number 2, the amount of water in polar ice caps and glaciers is more than the amount of groundwater. Yes. Which of the statements given above is or are correct? Option A, 1 only. Option B, 2 only. Option C, both 1 and 2. Option D, neither 1 nor 2. And your time starts now. 15th question. Yes, very good. The right answer is 2 only. Very good. The right answer is 2 only. നിങ്ങൾ അറിയുക, the amount of water in the rivers and lakes is less than the amount of groundwater. നിങ്ങൾ അറിയുക, ഭൂമിക്കടിയിലുള്ള ജലത്തെക്കാൾ കൂടുതലല്ല റിവേഴ്സ് ആൻഡ് ലേക്സിലുള്ള ജലം എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? The amount of water in the rivers and lakes is more than the amount of groundwater. The amount of water in the rivers and lakes is more than the amount of groundwater. അല്ല, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. The amount of water in the rivers and lakes is less than the amount of groundwater. അതൊരു വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് തന്നെയാണ്. The amount of water in polar ice caps and glaciers is more than the amount of groundwater. Again, ഗ്രൗണ്ട് വാട്ടർ ഉള്ളതിനേക്കാൾ ജലം എവിടെയുണ്ട്? പോളാർ ഐസ് ക്യാപ്സിലും, ഓക്കെ അല്ലേ? അതുപോലെ ഗ്ലേസിയേഴ്സിലും ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എടുത്ത് പഠിക്കുക. ഓക്കെ ആണോ? സെറ്റാണ്? യെസ്, ഗുഡ്. അടുത്ത ചോദ്യം, consider the following statements. Option A, the environmental biology, environment അതുപോലെ തന്നെ ട്രീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യത നല്ല ചോദ്യമാണ്. ഓപ്ഷൻ എ, മൊറിങ്ങ ഡ്രംസ്റ്റിക്, നിങ്ങൾക്കറിയാം, ഇസ് എ ലെഗുമിനസ് എവർഗ്രീൻ ട്രീ. ഓപ്ഷൻ എ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എ ആണ്. സ്റ്റേറ്റ്മെന്റ് ബി, ടാമറിൻ ട്രീ ഇസ് എൻഡമിക് ടു സൗത്ത് ഏഷ്യ. ഓപ്ഷൻ സി, ഇൻ ഇന്ത്യ മോസ്റ്റ് ഓഫ് ദ ടാമറിൻ ഇസ് കളക്റ്റഡ് ആസ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. Option D, India exports tamarind and seeds of moringa. Option E or statement E, seeds of moringa and tamarind can be used in the production of biofuels. So, അഞ്ച് statements ഒന്നുകൂടി ഞാൻ ഓടിച്ചൊന്ന് വായിക്കാം. Moringa or drumstick tree is a leguminous evergreen tree. Yes, B, tamarind tree is endemic to South Asia. Option C, in India most of the tamarind is collected as minor forest produce. Option D, India exports tamarind and seeds of moringa. Option E, seeds of moringa and tamarind can be used in the production of biofuels. Option A, 1, 2, 4 and 5. Option B, 3, 4 and 5. Option C, 1, 3 and 4. Option D, 1, 2, 3 and 5. Please tell me which of the above combinations are correct. Your time starts now. Exactly, very good. Option B, 3, 4, 5 is the right answer. Option B, 3, 4 and 5 is the right answer. Option B, 3, 4 and 5 is the right answer. So it's a very important question. വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്, ഓർത്തിരിക്കുക. 3, 4, 5 സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. ഇൻ ഇന്ത്യ മോസ്റ്റ് ഓഫ് ദ ടാമറിൻഡ് ഇസ് കളക്റ്റഡ് ആസ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്.
India exports tamarind and seeds of moringa, and seeds of moringa and tamarind can be used in the production of biofuels. Biofuels ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. Okay, the tamarind tree is not endemic to South Asia. It is all the way from Central and North Asia. I hope so. Central എന്ന് പറയുമ്പോൾ Central and North West Asia എന്ന് പറയുന്നതാണ് കുറച്ച് ബെറ്റർ. North West and North East Asia അവിടെ നിന്നാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. The black cotton soil of India has been formed due to the weathering of which are the following? The black cotton soil of India has been formed due to the weathering of option A, brown forest soil, option B, fissure volcanic rock, option C, granite and schist, and option D, shale and limestone. Once again, options: brown forest soil, option B, fissure volcanic rock, option C, granite and schist, and option D, shale and limestone. Your time starts now. Yes. Yeah, very good. Fissure volcanic rock is the right answer. അല്ലേ? Fissure volcanic rock ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. വെരി ഗുഡ്. കുറച്ച് പേരൊക്കെ ഉത്തരം പറഞ്ഞിരുന്നു. യെസ്, വെരി ഗുഡ്. ബി ആണ് ശരിയായ ഉത്തരം. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം ഇതാണ്. കുറച്ചൊന്ന് മുകളിലോട്ട് കയറിയാണ് നിൽക്കുന്നത്. എങ്കിലും ഞാൻ വായിച്ചു തരാം. ഹൗ ഇസ് പെർമകൾച്ചർ ഫാമിംഗ് ഡിഫറെന്റ് ഫ്രം കൺവെൻഷണൽ കെമിക്കൽ ഫാമിംഗ്? നിങ്ങൾക്കറിയാലോ എന്താണ് പെർമകൾച്ചർ? എന്താണ് പെർമകൾച്ചർ? യെസ്, നിങ്ങൾക്കറിയാം. അതെ, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. പെർമകൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും പ്രായോഗികമായിട്ടും അതുപോലെ തന്നെ എന്താണ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് നടത്തുന്ന എന്താണ് കൃഷിയാണ് ഇതെന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? പെർമകൾച്ചർ എന്ന് വിളിക്കുന്നത് അല്ലേ? റൈറ്റ് ഓർ റോങ്? യെസ്, പെർമകൾച്ചർ എന്ന് വിളിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. അതെ, ഏറ്റവും നന്നായിട്ടും ഏറ്റവും natural and ecosystem ചേരുന്ന രീതിയിലുള്ള കൾച്ചറാണ് പെർമകൾച്ചർ. So how is permaculture farming different from conventional chemical farming? Option A, permaculture farming discourages monocultural practices, but in conventional chemical farming monoculture practices are predominant. Option B, conventional chemical farming can cause increase in soil salinity, but the occurrence of such phenomenon is not observed in permaculture farming. Option C, conventional chemical farming is easily possible in such regions. Option D, practice of mulching is very important in permaculture farming, but not necessarily so in conventional chemical farming. Your time starts now. യെസ്, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 1, 2 and 4 ആണ്. സി മാത്രമാണ് എന്ത് തെറ്റെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ബാക്കിയെല്ലാം ശരിയാണ്. ഇതൊക്കെ പെർമകൾച്ചർ ഞാൻ പറഞ്ഞല്ലോ, ഇക്കോ ഫ്രണ്ട്ലി കൾച്ചറിനെയാണ് പെർമകൾച്ചർ എന്ന് വിളിക്കുന്നത് അല്ലേ? അവിടെ ഈ പറയുന്ന പോലെ തന്നെ ഈ കൺവെൻഷണൽ കെമിക്കൽ ഫാമിങ്ങുമായിട്ട് വളരെയധികം ഡിഫറൻസസ് ആര് വെച്ച് പുലർത്താറുണ്ട്? പെർമകൾച്ചർ വെച്ച് പുലർത്താറുണ്ട്. ഓക്കെ അല്ലേ? എന്ത് വെച്ച് പുലർത്താറുണ്ട്? പെർമകൾച്ചർ വെച്ച് പുലർത്താറുണ്ട്. സെറ്റ് അല്ലേ? ഓക്കെ ആണോ? എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായി പറഞ്ഞേ? ഇല്ല? യെസ്, വെരി ഗുഡ്. തീർച്ചയായിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 19th question ആണ്. With reference to palm oil, consider the following statements. Consider the following statements. The palm oil tree is native to Southeast Asia. Option B, the palm oil is a raw material for some industries producing lipstick and perfumes. Option C, the palm oil can be used to produce biodiesel. The palm oil tree is native to Southeast Asia. The palm oil is a raw material for some industries producing lipstick and perfumes. Option C, the palm oil can be used to produce biodiesel. Okay,
Which of the statements given above are correct? Option A, 1 and 2 only. Option B, 2 and 3 only. Option C, 1 and 3 only. And option D, 1, 2 and 3. Your time starts now. Yeah, very good. ഉത്തരം ഓപ്ഷൻ ബി 2 and 3 ഉള്ളിയാണ്. 2 and 3 ഉള്ളിയാണ് കേട്ടോ. 2 and 3 ഉള്ളി. സി ശ്രീലക്ഷ്മി ഏത് എക്സ്പ്ലെയിൻ ചെയ്യുമെന്നാണ് ചോദിച്ചേക്കുന്നത്? ഏതാണ്? ഈ ക്വസ്റ്റ്യൻ ആണോ അതോ പ്രീവിയസ് ആണോ? ഇല്ല, പെർമകൾച്ചർ. ഓക്കെ, വെരി ഗുഡ്. ശരി, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി കൂട്ടുകാരെ, ശരി ശ്രദ്ധിച്ചു. അതെ, ഇവിടെ നിങ്ങൾക്കറിയാം പെർമകൾച്ചറിൽ ഈ പറയുന്ന പോലെ തന്നെ സാധാരണഗതിയിൽ മോണോ കൾച്ചറൽ പ്രാക്ടീസസ് സാറിന് ഡിസ്കറേജ് ചെയ്യാറാണ്. അതായത് ഒന്നിലധികം വിളകൾ ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതി, അത് എന്താണ് ഇതിൽ പോസിബിൾ അല്ല. പെർമകൾച്ചർ കൂടുതലായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് ഫോർവേഡ് ചെയ്യുന്നില്ല. പക്ഷേ കെമിക്കൽ ഫാമിങ്ങിൽ ഈ മോണോ കൾച്ചർ ഈ പറയുന്ന പ്രാക്ടീസസ് പ്രിഡോമിനൻ്റ് ആണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് കൺവെൻഷണൽ കെമിക്കൽ ഫാമിംഗ് ഈ പറയുന്ന പോലെ തന്നെ സോയിൽ സലൈനിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ എന്നാൽ യാതൊരു പ്രശ്നവും പെർമകൾച്ചറിന് ഇല്ല. ഓക്കെ അല്ലേ? ഇനി കൺവെൻഷണൽ കെമിക്കൽ ഫാമിംഗ് ഏതൊരു സാഹചര്യത്തിലും ഈസി ആയിട്ട് പോസിബിൾ ആവുമെന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. ആൻഡ് പ്രാക്ടീസ് ഓഫ് മുൾച്ചിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ പെർമകൾച്ചർ ഫാമിംഗ് ബട്ട് നോട്ട് നെസസറിലി സോ ഇൻ കൺവെൻഷണൽ കെമിക്കൽ ഫാമിംഗ്. നമ്മൾ ഈ മുൾച്ചിങ് എന്ന് പറയുന്നത് നമ്മളൊരു കവറിങ് കൊടുക്കാറില്ലേ? നമ്മൾ എന്താണ് ഈ കൂടുതലായിട്ട് പെസ്റ്റിസൈഡ് ഒന്നും യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യാനേ ശ്രമിക്കും? കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാറില്ലേ? ഇല്ലേ? കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാറില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിനെയാണ് മുൾച്ചിങ് എന്ന് വിളിക്കുന്നത്. എന്താണ് മുൾച്ചിങ് എന്ന് വിളിക്കുന്നത്? ഓക്കെ അല്ലേ? അപ്പം മുൾച്ചിങ് എന്ന് പറയുന്നത് പെർമാകൾച്ചറിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം നമ്മൾ വേറെ മരുന്നൊന്നും അടിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ പറയുന്നത് ഈ എന്താണ് വളർന്നു വരുന്ന പ്രധാനപ്പെട്ട ഫ്രൂട്ടിനെയും അല്ലെങ്കിൽ മറ്റ് ഏരിയകളെയൊക്കെ എന്ത് ചെയ്യും? കവർ ചെയ്തായിരിക്കും നമ്മൾ ഡീൽ ചെയ്യുക. ഓക്കെ ആണോ? വെരി ഗുഡ്. യെസ്, ഗുഡ്. ശരി. അപ്പോൾ 20th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. വിത്ത് റെഫറൻസ് ടു ദ ഇൻഡസ് റിവർ സിസ്റ്റം of the following 4 rivers, 3 of them pour into one of the rivers which joins the Indus direct. Among the following, which one is such river that joins the Indus direct? With reference to the Indus river system, of the following 4 rivers, 3 of them pour into എന്താണ് Indus directly, or one of the which joins the Indus direct. Among the following, which one is such river that joins the Indus direct? ഓപ്ഷൻ എ ചേനാബ്, ഓപ്ഷൻ ബി ചെലം, ഓപ്ഷൻ സി രവി ആൻഡ് ഓപ്ഷൻ ഡി സത്ലജ്. വളരെ ഈസിയാണ്. ഒരു തവണയെങ്കിലും സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടോ സിന്ധു നദികളെ കുറിച്ചുള്ള പഠനത്തിനിടയ്ക്കോ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിടയ്ക്കോ നിങ്ങൾ മാപ്പ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉത്തരം പറയാൻ പറ്റും. ഉറപ്പായിട്ട് ഉത്തരം പറയാൻ പറ്റും. യെസ്, ഓപ്ഷൻ എ ചേനാബ് ആണ് ശരിയായ ഉത്തരം. ഏതാണ് ശരിയായ ഉത്തരം? ചേനാബ് ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ ചേനാബ്. ഓക്കെ ആണോ? സെറ്റാണോ? ഓപ്ഷൻ എ ചേനാബ് ആണ് ശരിയായ ഉത്തരം. ഓക്കെ ഓക്കെ ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? സെറ്റല്ലേ? ദെൻ നെക്സ്റ്റ് വൺ. വിത്ത് റെഫറൻസസ് ടു ഇന്ത്യ, ദിഡ്വാന, കുച്ചമൻ, സാർഗോൾ ആൻഡ് ഖാട്ടു. These all are the names of what? With references to India, Didwana, Kuchaman, Sargol and Khatu are the names of what? Option A glaciers, option B mangrove areas, option C Ramsar sites, option D saline lakes. നല്ല ചോദ്യമാണ്. Yes, and your time starts now. It's an easy one, pretty easy one. Didwana, Kuchaman, Sargol and Khatu are the names of.
Are the names of? ഓപ്ഷൻ ഡി സലൈൻ ലേക്സ് ആണ് ശരിയായ ഉത്തരം. സലൈൻ ലേക്സ് ആണ്, ഉപ്പിൻ്റെ അംശമുള്ള തടാകങ്ങളാണ്. ഓക്കെ അല്ലേ, ഉപ്പിൻ്റെ അംശമുള്ള തടാകങ്ങളാണ് സലൈൻ ലേക്സ് നമ്മൾ വിളിക്കുന്നത്. അത്തരത്തിൽ പ്രമുഖ ലേക്കുകളാണ് തീർച്ചയായിട്ടും കൊടുത്തിരിക്കുക ദിഡ്വാന, യെസ്, കുച്ചമൻ, സാർഗോൾ ആൻഡ് ഖാട്ടു. ഓക്കെ അല്ലേ, യെസ്, ഗുഡ്. ശരി, 22nd ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. 22nd ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് റിവേഴ്സ്. Consider the following rivers. Number 1 Brahmani, number 2 Nagavalli, number 3 Subarna Rekha, and number 4 Vamsadhara. I repeat, number 1 Brahmani, number 2 Nagavalli, number 3 yes Subarna Rekha, and number 4 Vamsadhara. Which of the above rise from the eastern Ghats? Which of the above rise from the eastern Ghats? Nalla question aanu. Option A 1 and 2, option B 2 and 4, option C 3 and 4, and option D is 1 and 3. Go for it. Yes, the right answer is 2 and 4. എന്താണ് 2 and 4? നല്ല ചോദ്യങ്ങളാണ്. 2 and 4. 2 and 4 ആണ് ശരിയായ ഉത്തരം. 2 and 4. യെസ്, ഗുഡ്. നാഗവല്ലി ആൻഡ് വംശധാര. നാഗവല്ലി ആൻഡ് വംശധാര ഈസ്റ്റേൺ ഗട്ട്സ് എന്നാണ് കേട്ടോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. Among the following, which one is the least water efficient crop? I repeat, among the following, which one is the least water efficient crop? Option A sugarcane, option B sunflower, option C pearl millet, option D red gram. Your time starts now. Yes, sugarcane, sunflower, pearl millet, yes, and option D red gram. Yes, the right answer is option A sugarcane. Option A sugarcane ആണ് ശരിയായ ഉത്തരം. Among the following, which one is the least water efficient crop? Yes, number 24. Question number 24. Question number 24. In the tropical zone, the western sections of the oceans are warmer than the eastern sections owing to the influence of trade winds. Option B, in the temperate zone, western lights make the eastern sections of oceans warmer than the western sections. Which of the statements given above is or are correct? നിങ്ങൾ കാറ്റുകളുമായി ബന്ധപ്പെട്ടും ട്രോപ്പിക്കൽ ടെമ്പറേറ്റ് സോണുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? രണ്ട് സോണുകൾ പഠിച്ചിട്ടുണ്ടാവണം, നിങ്ങൾ കാറ്റുകൾ പഠിച്ചിട്ടുണ്ടാവണം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇൻ ദ ട്രോപ്പിക്കൽ സോൺ, ദ വെസ്റ്റേൺ സെക്ഷൻസ് ഓഫ് ദ ഓഷൻസ് ആർ വാർമർ ദാൻ ദ ഈസ്റ്റേൺ സെക്ഷൻസ് ഓവിംഗ് ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ട്രേഡ് വിൻഡ്സ്. അടുത്തത്, ഇൻ ദ ടെമ്പറേറ്റ് സോൺ, വെസ്റ്റേൺ ഐസ് മേക്ക് ദ ഈസ്റ്റേൺ സെക്ഷൻസ് ഓഫ് ഓഷൻസ് warmer than the western sections. Which of the statements given above is or are correct? Option A 1 only, option B 2 only, option C both 1 and 2, option D neither 1 and 2. Yes, that's a question. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്, നല്ല ചോദ്യമാണ്. യെസ്, വാട്ട് ഡു യു തിങ്ക്? What do you think? ആഹാ, ഒന്നും പറയാനില്ലേ? എന്താ പറയാ ഇപ്പോ അല്ലേ? ഒന്നും പറയാനില്ല. ചേടാ, എന്ത് കുട്ടികളായത്? ആയിക്കോട്ടെ, ശരി. ഇൻ ദ ട്രോപ്പിക്കൽ സോൺ രണ്ടും ശരി തന്നെയാണ് കേട്ടോ. ട്രോപ്പിക്കൽ സോണിനെ ടെമ്പറേറ്റ് സോണിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ശരി തന്നെയാണ്. സോ ബോത്ത് 1 and 2 ആർ correct. Both 1 and 2 are correct. Yes. 25th question. 25th question. നിങ്ങൾക്കറിയാലോ, വിവിധ തരത്തിലുള്ള ഫോറസ്റ്റുകൾ നമുക്ക് ടോപ്പിക്കാണ്. സോ അത്തരത്തിൽ ഈ പറയുന്നത് സി ആണ് കറക്റ്റ്. നേരത്തെ ഓപ്ഷൻ സി തന്നെയായിരുന്നു. യെസ്, അത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ ഈ പറയുന്ന പോലെ തന്നെ ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഈ പറയുന്ന പോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ഒരു എന്താ പറയുക, പ്രധാനമായിട്ടും ഫോറസ്റ്റിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ നിങ്ങൾക്ക് തരും. അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്, എന്നിട്ട് അത് ഏത് ഫോറസ്റ്റിനാണെന്ന് കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ അല്ലേ? സോ അത്തരത്തിലൊരു ക്വസ്റ്റൻ ആണിത്. ലീഫ് ലിറ്റർ ഡീകമ്പോസസ് ഫാസ്റ്റർ ദാൻ എനി അതർ ബയോം ആൻഡ് ആസ് എ റിസൾട്ട് ദ സോയിൽ സർഫസ് ഇസ് ഓഫൺ ഓൾമോസ്റ്റ് ബെയർ.
Apart from trees, the vegetation is largely composed of plant forms that reach up into the canopy, yeah, vicariously by climbing the trees or growing as epiphytes rooted on the upper branches of trees. This is the most likely description of which of the following forest. Option A, coniferous forest. Option B, dry deciduous forest. Option C, mangrove forest. And option D, tropical rainforest. What do you think? ഇതിൽ ഏതായിരിക്കും? ലീഫ് ലിറ്റർ ഡിക്കമ്പോസസ് ഫാസ്റ്റർ ദാൻ എനി അതർ ബയോം എന്നാണ് പറയുന്നത്. അപ്പം അതിനർത്ഥം ഈർപ്പം കിട്ടുമെന്നാണ്. സോ വാട്ട് യു തിങ്ക്? ഓക്കെ അല്ലേ? യെസ്, ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് ശരിയായ ഉത്തരം. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കിട്ടിയോ? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഓക്കെ ആണോ? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കിട്ടിയോ? യെസ്, നല്ല ചോദ്യമാണ്, മറന്നു പോകരുത്. ഓക്കെയാണ്. സെറ്റാണ്, ഡൗട്ടില്ലല്ലോ? യാ, വെരി ഗുഡ്. യെസ്, ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, 26ാമത്തെ ചോദ്യം. യെസ്, ചില റിവേഴ്സും തന്നിട്ടുണ്ട്, അവ ചെന്ന് പതിക്കുന്ന അതെ എന്താണ് വാട്ടർ ബോഡിയും തന്നിട്ടുണ്ട്. സോ വിച്ച് ഓഫ് ദ പെയേഴ്സ് ഗിവൺ അബവ് ഈസ് ഓർ ആർ കറക്റ്റ്ലി മാച്ച്ഡ്? I can read it out. The rivers are Mekong, Thames, Volga and Zambezi. Then flows into option A, Andaman Sea, option B, Irish Sea, option C, Caspian Sea and option D, Indian Ocean. Which of the pairs given above is or are correctly matched? Yes, and your time starts now. Yes, the right answer is option C, 3 and 4 leaves. 3 and 4 ആണ് കേട്ടോ. മെക്കോങ് സൗത്ത് ചൈന സീയിലേക്കാണ്, തേംസ് അതുപോലെ തന്നെ ബാൾട്ടിക്കിലേക്കാണ്, വോൾഗ കാസ്പിയൻ സീയിലേക്കും, ഓപ്ഷൻ ഡി സാംബസി ഇന്ത്യൻ ഓഷനിലേക്കും. ഇന്ത്യൻ ഓഷനിൽ പതിക്കുന്ന ഏറ്റവും വലിയ നദിയാണ് ഏത് കൂട്ടുകാരെ? സാംബസി. നല്ല ക്വസ്റ്റ്യൻ ആണ്. ചാടിക്കയറി നിങ്ങൾ സിന്ധു എന്നോ ബ്രഹ്മപുത്ര എന്നോ ഒക്കെ നിങ്ങൾ എഴുതാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇന്ത്യൻ ഓഷനിൽ പതിക്കുന്ന ഏറ്റവും വലിയ നദിയാണ് ഇത്? സാംബസി. ഇതേ സാംബസി നദി, ഈ പേര് വരാൻ കാരണം സാംബിയ സിംബാബ്വെ രാജ്യങ്ങളിലൂടെ ഒഴുകുന്നത് കൊണ്ടാണ്. സാംബിയ സിംബാബ്വെ, സോ സാംബസി. ഓക്കെ അല്ലേ? സാംബസി എന്നാണ് ഈ നദിയുടെ പേര്. ഈ നദിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായിട്ടുള്ള വിക്ടോറിയ വാട്ടർഫോൾസ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടത്തെയാണ് വലിയ വെള്ളച്ചാട്ടം നമ്മൾ വിളിക്കുന്നത്. ആ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? സാംബസിയിലാണ്. മറന്നു പോരുത്, ഏത് നദിയിലാണ്? സാംബസിയിലാണ്. ഓക്കെ അല്ലേ? ഏത് നദിയിലാ? സാംബസിയിലാണ് കൂട്ടുകാരെ. തീർച്ചയായിട്ടും കൊടുത്തിരിക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അതെ, തീർച്ചയായിട്ടും കൊടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ ചാടിക്കറി സിന്ധുവോ ഗംഗയോ എന്ന് എഴുതരുത്. യെസ്, 27th question. Steel slag can be the material for which of the following? Steel slag can be the material for which of the following? ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ജോഗ്രഫിയും ചോദിക്കാം. സോ നമ്പർ 1, construction of base road. Number 2, improvement of agriculture soil. Option 3, production of cement. Select the correct answer using the codes given below, and your time starts now. Yes, if you have any doubts you can ask me. Yes, so the right answer is very good, D option ആണ് ശരിയായ ഉത്തരം. 1, 2 and 3 എല്ലാത്തിനും എന്ത് ഉപയോഗിക്കും? സ്റ്റീൽ സ്ലാഗ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. സ്റ്റീൽ സ്ലാഗ് യൂസ് ചെയ്യാറുണ്ട്. സോ 28th question. 28th question. 28th question. Any idea? 28th question.
Yes, coal ash contains arsenic, lead and mercury. Number 2, coal-fired power plants release sulfur dioxide and oxides of nitrogen into the environment. Option 3, high ash content is observed in Indian coal. ഇതിലേത് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായ ഉത്തരം എന്നാണ് ചോദ്യം. വരട്ടെ. ചോദ്യം വളരെ വ്യക്തമാണ്. ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കാം. Coal ash contains arsenic, lead and mercury. Number 2, coal-fired power plants release sulfur dioxide and oxides of nitrogen into the environment. And option 3, high ash content is observed in Indian coal. Indian coal. Yes, very good. നല്ല ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം കേട്ടോ. എല്ലാ ഓപ്ഷനും ശരിയാണ് കൂട്ടുകാരെ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1, 2 and 3 is the right answer. Yes, good. 29th question. ശരി പറയും. 29th question. Biochar can be used as a part of the growing medium in vertical farming. When biochar is a part of the growing medium, it promotes the growth of nitrogen-fixing microorganisms. When biochar is a part of the growing medium, it enables the growing medium to retain water for a longer time. താഴത്തിൽ ബയോകാറിനെ ബേസ് ചെയ്ത് ചോദിക്കാവുന്ന കാര്യങ്ങൾ. ബയോചാർ എന്ന് പറയാറുണ്ട് ചിലർ. ബയോകാർ ഇസ് ഗുഡ് വൺ. സോ എന്തായിരുന്നു ഫാമിങ്ങിൽ ബയോകാറിൻ്റെ എന്താണ് ശരിയായ ഉപയോഗം എന്നുള്ളതാണ് ആ 3 സ്റ്റേറ്റ്മെൻറ്റുകളിൽ തന്നിരിക്കുന്നത്. ഏതാണ് ശരി എന്നുള്ളത് കണ്ടെത്താം. Your time starts now. Yes, the right answer is option D, 1, 2 and 3. 1, 2 and 3. 1, 2 and 3 is the right answer. Yes, very good. And the last question for today. And ഇതിൻ്റെ അൺഅക്കാഡമിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ ഞാൻ അൺഅക്കാഡമിയിൽ നിന്ന് ലീവ് ചെയ്യാണ് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന്. അതെ, യെസ്, 3 വർഷത്തെ യാത്ര ഞാൻ അവസാനിപ്പിക്കുന്നു. സോ ദിസ് ഇസ് മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Yes, what is or are the advantages of zero tillage in agriculture? Number 1, sowing of wheat is possible without burning the residue of the previous crop. Without the need for nursery of rice saplings, direct planting of paddy seeds in the wet soil is possible. Carbon sequestration in the soil is possible. Select the correct answer using the code given below. സീറോ ടില്ലേജിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഈ പറഞ്ഞത് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. യെസ്, സീറോ ടില്ലേജ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകം നോക്കിയിട്ടേ പോവാം അഗ്രികൾച്ചറിൽ കേട്ടോ. യെസ്, 30th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ തന്നെ പറയുകയാണ്, പെട്ടെന്ന് തന്നെ പറയാം. 1, 2 and 3 is the right answer. 1, 2 and 3 കേട്ടോ. ശരി, സോ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ? കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, എങ്കിലും മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? ചോദ്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? ചോദ്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? ആയിക്കോട്ടെ. സോ ഐ എം ലീവിങ് ദിസ് പ്ലാറ്റ്ഫോം. സോ ഒരുപാട് നന്ദിയുണ്ട് കൂട്ടുകാർ, നിങ്ങൾ ക്ലാസ്സുകളൊക്കെ വന്ന് കണ്ടതിൽ, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിൽ. സോ ദിസ് ഇസ് ബോബി സൈനിങ് ഓഫ് ഫ്രം അൺഅക്കാഡമി. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് ഈ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.